ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നവംബർ 2024 നമ്മളുടെ മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 71 തൊട്ട് 150 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കാറ്റഗറി 3 പാർട്ട് 3. ഓക്കെ, പാർട്ട് 1 സൈക്കോളജിയാണ്, 40 ക്വസ്റ്റ്യൻസ്. പാർട്ട് 2 30 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഓർ മലയാളമാണ്. പാർട്ട് 3 വരുന്നത് 71 to 150 വരെ നമ്മളുടെ 80 ക്വസ്റ്റ്യൻസുകൾ മാത്തമാറ്റിക്സ് എന്നാണ്. അതിൽ ഇതുവരെ നമ്മൾ 3 പാർട്ട് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മാത്തമാറ്റിക്സ് PYQ എന്ന് പറഞ്ഞ് കേട്ടിട്ട് മാത്തമാറ്റിക്സ് PYQ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ കയറിയാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളും എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേലിസ്റ്റുകളൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാം. നമുക്കിന്ന് 100 വരെയുള്ള ചോദ്യങ്ങളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. നമുക്കിനി 101 മുതൽ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. നിങ്ങളിത് മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്പീഡപ്പ് ആക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ മാത്സ് അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് പല സ്റ്റെപ്പുകളും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC, AB equal to 4 cm, AC equal to 6 cm and AD is the bisector of angle A. Which of the following statement is correct? BD will be equal to 4 or greater than 4. BD will be less than 4. BD will be greater than 4. BD will be less than or equal to 4. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആംഗിൾ ബൈസെക്ടറും തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ട്രയാങ്കിൾ ഒന്നുകൂടെ വരയ്ക്കുകയാണ് കേട്ടോ. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിൽ AB 4 സെൻറ്റിമീറ്റർ ആണ്, AC 6 സെൻറ്റിമീറ്റർ ആണ്, AD എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. അഥവാ ഈ 2 ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. A എന്ന് പറയുന്ന ആംഗിളുടെ ബൈസെക്ടർ ആണ് AD. നമുക്കൊരു ആംഗിൾ ബൈസെക്ടർ തിയർ ഉണ്ട്. ആ തിയർ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ആംഗിൾ ബൈസെക്ടർ തിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ, ഒരു കോണിൻ്റെ ബൈസെക്ടർ ട്രയാങ്കിളിന് ആ കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെയും മറ്റ് 2 സൈഡുകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും, ഒരേ റേഷ്യോയിൽ ഭാഗിക്കും. അതായത് ഇപ്പോൾ AD എന്ന് പറയുന്നത് ഒരു ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BD/DC എന്ന് പറയുന്നത് AB/ACക്ക് ഈക്വൽ ആയിരിക്കും. റേഷ്യോ ആണ് കേട്ടോ, ലെങ്ത് അല്ലേ, റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇതാണ് ആംഗിൾ ബൈസെക്ടർ തിയർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡുകളുടെ റേഷ്യോയിൽ ഭാഗിക്കും. അപ്പം നമുക്ക് ഇവിടെ റേഷ്യോ ചെയ്താലോ, ആംഗിൾ ബൈസെക്ടർ തിയറം പ്രകാരം നമുക്ക് പറയാം AB/AC എന്ന് പറയുന്നത് BD/DCക്ക് ഈക്വൽ ആണ്. ഞാനിവിടെ ജസ്റ്റ് വാല്യൂസ് ഒന്ന് കൊടുത്തു. AB 4 ആണ്, AC 6 ആണ്. അതിനെ നമുക്ക് ചെറുതാക്കുമ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. DC BDയേക്കാൾ വലുതാണ്. BD 2 ആണെന്നുണ്ടെങ്കിൽ DC 3 ആണെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം 4 വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ആ BDയെ 4 നിന്നെടുത്തു. BDക്ക് ഞാൻ 4 കൊടുത്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. BDക്ക് ഞാൻ 4 കൊടുത്തു. 2/3 ഈക്വൽ ടു 4/DC. മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു DC ഈക്വൽ ടു 3 ഇൻറ്റു 4 എന്ന് വരും. 3 ഇൻറ്റു 4 12 ആണ്. ഈ 2നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ /2 എന്നാവും. അപ്പോൾ 12/2 6 എന്ന് കിട്ടും. അപ്പോൾ DC 6 ആയി. BD 4 ആയാൽ എന്താ സംഭവിക്കുക, BD 4 ആയാൽ DC 6 ആവും. ഓക്കെ, അപ്പോൾ BCയുടെ നീളം എത്രയായി, 10 ആയി. അപ്പോൾ BCയുടെ നീളം എന്തായി, 10 ആയി. ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, BC 10 ആയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? എന്താ സംഭവിക്കുക? ഇപ്പം നിങ്ങളുടെ പല ആളുകളും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. കറക്റ്റ് ആയിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഒരു ട്രയാങ്കിൾ വരക്കുമ്പോൾ 2 സൈഡുകളുടെ സമ്മ് 3ാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. നോട്ട് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ് 4, 6, 10. ഈ സൈഡുകൾ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. കാരണം 6ഉം 4ഉം കൂട്ടിയാൽ 3ാമത്തെ സൈഡായ 10ന് ഈക്വലാണ്. അത് 3ാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിലേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? അപ്പം 4 ആവില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ഈക്വൽ ടു 4 എന്ന് വരുന്ന ഓപ്ഷൻസുകളൊക്കെ പോയി.
ഗ്രേറ്റർ ദാൻ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരുന്നൊക്കെ പോയി. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ 4 കൊടുത്ത പരിപാടി നടക്കുമോ? ഇപ്പോൾ 4 കൊടുത്തപ്പോൾ നമുക്ക് 10 കിട്ടിയത് അല്ലെ. 4 കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? അടുത്ത് നമ്മൾ 4-നേക്കാൾ കൂടുതൽ കൊടുക്കുമ്പോൾ 10-നേക്കാൾ കൂടുതലാവും. അപ്പോൾ 6ഉം 4ഉം കൂട്ടിയാൽ 10 ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വന്നാലും പരിപാടി നടക്കുമോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 4-ന് പകരം നിങ്ങൾ വേറെ ഏത് കൊടുത്താലും ഇവിടെ വേറെ നമ്പറാണ് വരിക. ഇപ്പോൾ നിങ്ങൾ 5 കൊടുത്തോളൂ. 5 കൊടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ 4ന്റെ സ്ഥാനത്ത് 5 വരും. 3 15, 15/2 7 പോയിന്റ് സംതിങ് വരും, 7.5. അപ്പോൾ 7 3 12 12.5 വരിക. അപ്പോൾ നോക്കിയാൽ 6ഉം 4ഉം കൂട്ടിയാൽ 10, അത് 12.5 കൂടുതലാണോ? 12.5-നേക്കാൾ കൂടുതലാണോ? അല്ല. ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ, ഏത് 2 സൈഡ് കൂട്ടിയാലും അത് 3-ാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 4ഉം പറ്റൂല. അപ്പോൾ ആരാ നമ്മളുടെ ഓപ്ഷൻ? ബി ഡി വിൽ ബി ലെസ് ദാൻ 4. ഓപ്ഷൻ ബി കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. The angle of a pentagon are in arithmetic sequence, then which of the following statement is correct? Its smallest angle will be greater than 36. Its smallest angle will be equal to 36. Its smallest angle will be less than 36. Its smallest angle will be greater than or equal to 36. ഇത് നമ്മളുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ വരുന്നത്. നമ്മൾ ആ 10ാം ക്ലാസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉത്തരം കിട്ടും. എന്താണ്? 10ാം ക്ലാസ്സിൽ നമുക്ക് ഇതേ ഒരു ചോദ്യമുണ്ട്. ഒരു പെൻറ്റഗണിൻ്റെ ആംഗിളുകളെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ സിലബസിൽ. പുതിയ സിലബസിലും സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ആദ്യം സെൻട്രൽ ആംഗിൾ കാണാൻ പറയും. അതിനുശേഷം സ്മോളസ്റ്റ് ആംഗിൾ 40 ആയാൽ എന്താ സംഭവിക്കുക, സ്മോളസ്റ്റ് ആംഗിൾ 36 ആയാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 36 ആകുമ്പോൾ നമുക്കത് പറ്റില്ല എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ 36 കിട്ടണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് കണ്ടു, സിലബസ് മാറിയില്ലേ, അപ്പോൾ ഇതേ മോഡലാണെന്ന് വരുന്നത്. സിലബസ് മാറിയെന്ന് കരുതിയാണ്ട് നമ്മുടെ കൺസെപ്റ്റുകളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10ാം ക്ലാസ്സിലൊരു സിലബസ് മാറിയപ്പോൾ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റമാണിത്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതേ മോഡൽ തന്നെയാണ്. ഓക്കെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ സിലബസ് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ചാപ്റ്ററിനെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അരിത്തമെറ്റിക് സീക്വൻസിനെ സീക്വൻസ് ആക്കിയിട്ട് ഒരു ഭാഗവും അതിൻ്റെ അൾജിബ്ര ആക്കിയിട്ട് വേറൊരു ചാപ്റ്ററായിട്ട് 3ാമത്തെ ചാപ്റ്ററായിട്ട് കൊടുത്തു. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് അത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ അതേ സെയിം ചാപ്റ്ററുകളാണ്. അതിൻ്റെ ഉള്ളിലുള്ള ചില ക്വസ്റ്റ്യൻസുകളും ചില കണ്ടന്റുകളൊക്കെയാണ് ഒഴിവാക്കിയതും, അതേപോലെ ചിലതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 36 ആണ് കിട്ടുക. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണണമെന്നില്ലല്ലോ. സമ്മ് എന്ന് പറയുന്നത് 540 ആണ്. സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 540 ആണ്. പെൻറ്റഗണിൻ്റെ സമ്മ് 540 ഞാൻ അവിടെ പറഞ്ഞു. അത് എങ്ങനെ കിട്ടിയതെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. n-2 × 180. നമുക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ട്രയാങ്കിളിൻ്റെത് 180 ആയിരിക്കും, ക്വാഡ്രിലാറ്ററലിൻ്റെത് 360 ആയിരിക്കും, പെൻറ്റഗണിൻ്റെത് 540 ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ് ആണ് കേട്ടോ. ഇവിടെ പെൻറ്റഗൺ 5 സൈഡാണ്. 5-ന്ന് 2 പോയാൽ 3, 3 × 180 540 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. 5 വരും. പെൻറ്റഗണിൻ്റെത് പിന്നെ 720 വരും. അങ്ങനെയാണ് പോവുക. കുറച്ച് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇതാ ഈക്വേഷൻ n-2 × 180. ഒരു പോളിഗണിൻ്റെ ആംഗിൾ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n-2 × 180. ക്ലിയർ? അപ്പോൾ സമ്മ് 540 ആണ്. പെൻറ്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സൈഡാണ്, അപ്പോൾ 5 ആംഗിളും ഉണ്ടാവും. 5 സൈഡാണ്, അപ്പോൾ 5 ആംഗിളും ഉണ്ടാവും. അപ്പോൾ S5 5 ആംഗിളിൻ്റെ സമ്മാണ് 540. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിക്കുന്നതാണ്. നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അവിടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 5ൻ്റെ സെൻറ്റർ ആരാ? 5ക്ക് 1 കൂട്ടുക, അതിൻ്റെ പകുതി ആരാ? 5ക്ക് 1 കൂട്ടിയാൽ 6, 6ൻ്റെ പകുതി 3. അപ്പോൾ x3 × 5 നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 5. എന്താണ് ഇക്വേഷൻ? XM മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു സം എന്ന് വരും. അപ്പോൾ x3 × 5 = 540. ഈ 5നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 540/5.
ഇനി 540 നമ്മൾ എങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർ മെയിനായിട്ട് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഡിവിഷനാണിത്. നമ്മൾ ഡിവിഷൻ ചെക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ക്ലാസ്സിലൊക്കെ ഡിവിഷൻ ഇട്ട് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ കുട്ടികൾക്ക് ഉത്തരം കിട്ടുക 18 നമുക്ക് ഓൾറെഡി ഉത്തരം അറിയാവുന്നതായിരിക്കും. എങ്കിലും ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള ഞാൻ പറയാം. 5 വരും. 5 5 പോയാൽ 0, 4 ഇറക്കി ചെയ്തു. 4 5 ഇല്ലല്ലോ. അപ്പോൾ പിള്ളേർ എന്താ കാട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 0 ഇങ്ങോട്ട് ഇറക്കി ചെയ്തു. അപ്പം 40 40 8 അത് തെറ്റാണ്. നമ്മളൊരു നമ്പറിനെ റൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ഡിവൈസർ ഇല്ലെങ്കിൽ ഇവിടെ 0 ഇടണം. 4 എത്ര 5 ഉണ്ട്? 4 0 5. അതിനുശേഷം വേണം അടുത്ത ആൾ ഇറക്കി ചെയ്താനും. 40 എത്ര ഉണ്ട്? 8 108 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം 108. ഇവിടുത്തെ മിഡിൽ ടേം എത്രയാണ്? 108. ഇനി നമുക്ക് എല്ലാ കോണും 36 അല്ലേ? നമുക്ക് 36 ആക്കിയെടുക്കാം. ഓക്കെ, 36 ആക്കിയെടുക്കാൻ ആദ്യം ഞാൻ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ കേട്ടോ. നോക്കിയാൽ x3 108 ഫസ്റ്റ് ടേമിനെ ഞാൻ 36 ആക്കിയിട്ട് എടുത്തു. ഫസ്റ്റ് ടേം 36 ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, എല്ലാത്തിലും 36 ആണല്ലോ. ഫസ്റ്റ് ടേമിനെ ഞാൻ 36 ആയിട്ട് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ മൂന്നാമത്തെ ടേം 108. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇവിടുത്തെ ഒന്നാമത്തെ പദം 108, ഒന്നാമത്തെ അല്ല ഒരു പദം 108, പിന്നെ 36 ഒന്നാമത്തെ പദം. 108ന്റെ സ്ഥാനം 3, 36ന്റെ സ്ഥാനം 1. ഇനി 108 നിന്ന് 36 കുറക്കുക. 108 നിന്ന് 36 മൈനസ് ചെയ്യുക. 8 നിന്ന് 6 പോയാൽ 2, 0 നിന്ന് പോകില്ല. 10 നിന്ന് 3 പോയാൽ 7, 72. 3 നിന്ന് 1 പോയാൽ 2. അപ്പോൾ 72/2 നമുക്ക് എത്ര കിട്ടി? 36 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ സീക്വൻസ് ചെയ്താൻ പോവാണ് കേട്ടോ. നോക്കിക്കോളാം. ഫസ്റ്റത്തെ ടേം 36, ഫസ്റ്റത്തെ ടേം 36, 36ക്ക് 36 കൂട്ടിയപ്പോൾ 72 കിട്ടി. 72ക്ക് 36 കൂട്ടിയപ്പോൾ 108, 108ക്ക് 36 കൂട്ടിയപ്പോൾ 144, 144ക്ക് 36 കൂട്ടിയപ്പോൾ 180. ഈ 180 എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനാണ്. നിങ്ങൾ എല്ലാ കോണുകളും ഇങ്ങനെ വരച്ച്, ഇവിടെ എത്ര വരച്ചു? 36 വരച്ചു, 72 വരച്ചു, പിന്നെ 108 വരച്ചു, പിന്നെ 144 വരച്ചിട്ട് അടുത്തത് ഇങ്ങനെ നേരെ പോവും. ഇവിടെ ഇങ്ങനെ 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 ഓരോ ആംഗിളുകളാണ്. 5 സൈഡും ആണല്ലോ. അടുത്ത ആംഗിൾ ഇങ്ങനെ പോകും. ഇവിടെ ഒരു ആംഗിൾ വരും. ഇവിടെ 180 എന്നൊരു ആംഗിൾ. ഇപ്പം നോക്കിയാൽ ഇവിടെ ഒരു ആംഗിൾ കേട്ടോ. ഇതൊരു ആംഗിൾ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തത്, അഞ്ചാമത്തെ. നോക്കിയാൽ ഒരു ആംഗിൾ 180 എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈനാണ്. അതൊരു സ്ട്രൈറ്റ് ലൈനാണ്. ഇപ്പോൾ ഇവിടെ 5 സൈഡ് ഉണ്ടോ നോക്കിയാൽ 1 2 3 4 സൈഡല്ലേ ഉള്ളൂ. അപ്പോൾ 180 നമുക്ക് ഒരിക്കലും ഒരു ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു പോളിഗണ്ട ആംഗിൾ 180 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 5 സൈഡുള്ള ഒരു പോളിഗൺ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 36 വരില്ല. ഈക്വൽ ടു 36 എന്നുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 36. ഓക്കെ, അതുകൊണ്ട് 36 വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ബിയും പോയി, ഡിയും പോയി. ഇനി നോട്ട് പോസിബിൾ ആണ്. സ്മോൾ ആംഗിൾ ലെസ് ദാൻ 36 ആയാലും എന്താ സംഭവിക്കുക? 36നേക്കാൾ കുറവായിട്ടുള്ള ഒരു ആംഗിൾ ഞാൻ 34 എടുത്തു. ഇവിടെ ഞാൻ കോമൺ ഡിഫറൻസ് കണ്ടു. 108 നിന്ന് 34 മൈനസ് 3 മൈനസ് 1. 108 നിന്ന് 36 പോയപ്പോൾ 72 ആയിരുന്നു. അപ്പം 34 പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 74 കിട്ടും. ഒരു 2 കൂടി കൂടൂലേ? 36 34 അല്ലേ കുറച്ച്. അപ്പോൾ 74/2 നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും. 74ന്റെ പകുതി 37. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഞാൻ കോമൺ ഡിഫറൻസ് കണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ 182. അത് 180നേക്കാൾ വലുതായി. നമ്മളിങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ പോയിട്ട് അടുത്ത ആൾ വരക്കുമ്പോൾ ഇങ്ങനെ പോകും. അത് കൂട്ടിമുട്ടുമോ? ഇല്ല. ഓക്കെ, 182നേക്കാൾ സ്ട്രൈറ്റ് ലൈനിൻ്റെ അപ്പുറം പോയി. അപ്പോൾ എന്താ, നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? ലെസ് ദാൻ ആയിട്ട് എടുക്കാനും പറ്റില്ല. ഇതും പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഒരു വട്ടം ചെയ്ത് 10ാം ക്ലാസ്സിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനേ ഓപ്ഷൻ ഉള്ളൂ? ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ 36. ഓക്കെ, സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആയാലും 180 താഴെയാണോ എന്നുള്ളത് എടുക്കാനും വേണ്ടി ജസ്റ്റ് എടുത്തുന്നുള്ളൂ. നിങ്ങളിത് ചെയ്യണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്തു എന്നുള്ളൂ. നോക്കിയാൽ 108 നിന്ന് 38 കുറക്കുക, 3 നിന്ന് 1 കുറക്കുക, 70/2 കിട്ടും 35. 35 ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ അവസാനം 178 കിട്ടും.
180 ആയാലേ സ്ട്രേറ്റ് ലൈൻ ആവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ ആംഗിൾ സൈഡ് ഫോം ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത് the triangle PQR, angle Q 90 degree, PR 18 centimeter and its radius is in radius is 2 centimeter. What is the area of the triangle? In radius വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏരിയ കാണാൻ നമുക്കുള്ള ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു A ബൈ S ആണ്. അതിൽ നിന്ന് ഏരിയ കാണാൻ A ഈക്വൽ ടു RS എന്ന് കിട്ടും. ഓക്കെ, ഇനി എസ് കാണണമെന്നുണ്ടെങ്കിൽ A പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. പക്ഷെ നമുക്ക് ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇവിടെ നോക്കിക്കോ, റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എ ബി സി എന്ന് പറയുന്ന 3 സൈഡുകൾ, സി ഞാനിവിടെ എച്ചിനെ സി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് 6 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൈറ്റ് ട്രയാങ്കിളിന് മാത്രം കേട്ടോ. ആർ ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2. ആർ ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി മൈനസ് സി, സി എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് കേട്ടോ, മൈനസ് സി ബൈ 2. അതിലിത് അപ്ലൈ ചെയ്യാം. എ പ്ലസ് ബി രണ്ട് സൈഡ് നമുക്ക് അറിയില്ല, അത് പോട്ടെ. സി 18 ആണ്, അപ്പം മൈനസ് 18 ഈക്വൽ ടു 2. ഈ 2നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇൻറ്റു 4 ആവും, ഇൻറ്റു 2 ആവും. ഇനി മൈനസ് 18 അപ്പുറത്തോട്ട് കൊണ്ടുവരാം. മൈനസ് 18 ഇപ്പുറം വരുമ്പോഴോ പ്ലസ് 18 ആവും. 18ക്ക് 4 കൂട്ടിയാൽ 22. അഥവാ എയും ബിയും കൂട്ടിയാൽ 22. ഇതാ ഇവിടെ നമുക്ക് 22 എന്ന് കൊടുക്കാം. അപ്പോൾ സി എന്ന് പറയുന്നത് 18 കിട്ടിയില്ലേ? ഇനി നമുക്ക് സിമ്പിളായിട്ട് കാണാമല്ലോ. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, 22 പ്ലസ് 18 ബൈ 2. 22ക്ക് 18 കൂട്ടിയാൽ 8 2 10 2 3 4, 40 ബൈ 2. 40ൻ്റെ പകുതി എത്രയാ? 20. ഇനി ഈക്വേഷനിൽ കൊടുക്കുക. ഏരിയ ഈക്വൽ ടു ആർ ഇൻറ്റു എസ്. ആർ ഇൻ റേഡിയസ് അത് 2 ആണ്, എസ് 20 ആണ്. 2 × 20 40. അപ്പോൾ ഏരിയ 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം. ദ സം ഓഫ് 11 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 2024. ദ സം ഓഫ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എമംഗ് ദം ഈസ്. ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ചില കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിയാൽ 11 എണ്ണൽ സംഖ്യകളാണ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറാണ്. 1 തുടങ്ങണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടുന്ന് തുടങ്ങി. ഇപ്പോൾ 10 തുടങ്ങി വെച്ചാൽ 10 11 12 അങ്ങനെ പോകും. 100 തുടങ്ങി വെച്ചാൽ 100 101 102 103. ഇനി 121 തുടങ്ങി വെച്ചാലോ 121 122 123. അവിടുത്തെ ഫസ്റ്റ് ടേമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 11 ടേമുകളാണുള്ളത്. അപ്പോൾ S11 ആണ് 2024. 11 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ എക്സ് എം ഇൻറ്റു എൻ ഈക്വൽ ടു സം എന്നുള്ള ഇക്വേഷനിലോട്ട് പോകാൻ പറ്റും. എക്സ് എം ഇൻറ്റു എൻ ഈക്വൽ ടു സം. ഞാനവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ എഴുതണം കേട്ടോ. എക്സ് എം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. 11ൻ്റെ മിഡിൽ 11ക്ക് 1 കൂട്ടിയാൽ 12, അതിൻ്റെ പകുതി 6. 11ൻ്റെ മിഡിൽ 6 ആണ്. അപ്പോൾ x6 ഇൻറ്റു 11, നമ്പർ ഓഫ് ടേംസ് 11 ടേംസ് ആണ്. അപ്പോൾ 11 ഈക്വൽ ടു 2024. ഇതിൽ നിന്ന് നമുക്ക് x6 കിട്ടും. 2024 11 കൊണ്ട് ഹരിക്കണം. 20 എത്ര 11 ഉണ്ട്? 1. ഒരു 11 11. ഇവിടെ 0 ആയി. 10 1 പോയാൽ 9 എന്ന് കിട്ടും. ഈ 2നെ അങ്ങോട്ട് ഇറക്കി എഴുതി. 92 8 എണ്ണം ഉണ്ട്, അഥവാ 88 എന്ന് കിട്ടും. 92 88 പോയാൽ 4. ഈ 4നെ അങ്ങോട്ട് ഇറക്കി എഴുതി. 44 4 എണ്ണം, അഥവാ 184 എന്ന് കിട്ടും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകതയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം. 1 2 3 ഒറ്റ സംഖ്യകൾക്ക് മാത്രം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ആരാ? 2 ആണ്. ഈ സെൻറ്ററിലുള്ള നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും ഒരേ പൊസിഷനിലുള്ള നമ്പറുകളെടുത്ത് കൂട്ടിയാൽ. 3 ഒന്നും കൂട്ടിയാൽ എത്രയാ? 4. അത് 2ൻ്റെ ഇരട്ടിയാണ്. ഇനി വേറൊരു സമാന്തര ശ്രേണി 3. 3ക്ക് 2 കൂട്ടിയാൽ 5. 5ക്ക് 2 കൂട്ടിയാൽ 7. 7ക്ക് 2 കൂട്ടിയാൽ 9. 9ക്ക് 2 കൂട്ടിയാൽ 11. ഇവിടെ സെൻറ്ററിൽ ആരാ? 7 അല്ലേ? നോക്കിയാ ഈ 2 പൊസിഷനിലുള്ള നമ്പറുകൾ എത്രയാ? 9 5 കൂട്ടിയാൽ 14, എന്റെ ഇരട്ടിയാണ്. 3 11 കൂട്ടിയാൽ എത്രയാ? എന്റെ ഇരട്ടിയാണ്. ഞാൻ ഇവിടെ ഇതിന്റെ അപ്പുറത്ത് ഓരോ നമ്പർ കൂടെ എഴുതി. 3 2 കൂട്ടിയാണ്ടാണല്ലോ പോകണം. 3 2 കുറച്ചാൽ എത്രയാ? 1. 11ക്ക് 2 കൂട്ടിയാൽ എത്രയാ? 13. നോക്കിയാ 13 1 കൂട്ടിയാൽ അപ്പോൾ എത്രയാ? സെന്ററിലുള്ളതിന്റെ ഇരട്ടിയാണ്. ഓക്കെ, അപ്പൊ 11 ടേമിന്റെ സെൻറ്ററിൽ 184 ആണ്. അപ്പൊ നോക്കിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ആൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയാൽ ആ സെൻറ്ററിലുള്ള നമ്പറിൻ്റെ ഇരട്ടിയല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ 184.
അപ്പോൾ 184ൻ്റെ ഇരട്ടി. 1 4 4 24 8. 1 8 8 2 16ക്ക് 6 ഇഷ്ടം 1. 2 2 2 1 3 368. ഓക്കെ, ഇത് ആ തിയറിയാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്നെ തിയറി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ടു ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് എ ടേം. ഒരു ടേമിൻ്റെ മുമ്പിലേക്കും ബാക്കിലേക്കും ഒരേ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ആ ടേമിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 368 എന്ന് കിട്ടും. x1 + x11 എന്ന് പറയുന്നത് x6ൻ്റെ ഇരട്ടി വരും. 368. ക്ലിയർ? ഇനി അഞ്ചാമത്തെ വരുന്നത് എ കാൻഡിഡേറ്റ് ഈസ് റാങ്ക്ഡ് 100th ഫ്രം ദ ടോപ്പ് 99th ഫ്രം ദ ബോട്ടം ഇൻ ആൻ എക്സാമിനേഷൻ. ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എക്സാമിനേഷൻ. നോക്കിയാൽ മേലെ നിന്ന് ഇങ്ങനെ റാങ്ക് ചെയ്ത് വന്നപ്പോൾ 1 2 3 എന്ന് ഇങ്ങനെ റാങ്ക് ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് 100ാമത്തെ പൊസിഷൻ. ഓക്കെ, താഴത്തുനിന്ന് ഇങ്ങനെ റാങ്ക് ചെയ്ത് വന്നപ്പോൾ 1 2 3 താഴത്തുനിന്ന് ഇങ്ങനെ റാങ്ക് ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് 99ാമത്തെ പൊസിഷൻ. നോക്കിയാൽ ഈ 100ൻ്റെ മുമ്പ് ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 99 ആൾക്കാരുണ്ട്. പിന്നെ നമ്മളുടെ ആള് അതൊക്കെ ഞാൻ എക്സ് എന്ന് കൊടുത്തു കേട്ടോ. 100ാമത്തെ പൊസിഷൻ. താഴത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോൾ ബാക്കിൽ നിന്ന് വരികയാണെ. ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ 99ാമത്തെ ആളാണ് നമ്മളുടെ ആൾ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എത്ര ആൾക്കാരുണ്ട്? 98 ആൾക്കാർ. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടാവും? ഇവിടെ ബാക്കിൽ നിന്ന് 98 ആൾക്കാർ മുമ്പിലുണ്ട്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ എത്ര ആൾക്കാരുണ്ട്? 99 ആൾക്കാരുണ്ട്. അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ പോരെ? 99ഉം 98ഉം കൂട്ടുക. 9 8 17ക്ക് 7 ശിഷ്ടം 1. 9 18 19. പിന്നെ നമ്മളുടെ ആളും. അപ്പോൾ 198 ആൾക്കാരാണ് ആ എക്സാമിന് ഉണ്ടായിരുന്നത്. ആൻസർ നമുക്ക് കിട്ടി. ഇനി ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ 100th ഫ്രം ദ ടോപ്പ് ആൻഡ് 99th ഫ്രം ദ ബോട്ടം. 99% ആദ്യം 99 ആൾക്കാർ, പിന്നെ നമ്മളുടെ ആൾ എക്സ്. ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ 99ാമത്തെ ആളാണ്. അപ്പോൾ അവിടെ 98 ആൾക്കാർ. അപ്പോൾ 99 + 98 + 1 198 കണ്ട. ഓപ്ഷൻ ബി കിട്ടും. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് 5 മൺഡേ ഇൻ ഡിസംബർ ഇൻ എ ഇയർ? ഒരു ഡിസംബറിൽ 5 മൺഡേ വരാനുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊരു മാസം ചോദിച്ചു കഴിഞ്ഞാലും ഇത് നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. ഇതെങ്ങനെ എഴുതുന്നത്? ഏതൊരു മാസം ചോദിച്ചാലും എങ്ങനെ എഴുതണേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡിസംബറിൻ്റെ ചെയ്യാം. ഡിസംബറിൽ മൊത്തം എത്ര ദിവസമാണ്? 31 ദിവസമാണ് അല്ലേ? ഇതിന് നമ്മൾ ഒരാഴ്ചയിൽ 7 ദിവസമാണ്. അപ്പം 4 7 28 എന്ന് വരും. 31 28 പോയാൽ ബാക്കി 3. ഓക്കെ, എല്ലാ മാസവും കേട്ടോ, ഡിസംബറിൽ മാത്രമല്ല എല്ലാ മാസവും നമുക്ക് 4 മൺഡേയും എല്ലാ ദിവസങ്ങളും 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരും അല്ലേ, ഫെബ്രുവരി മാസത്തിൽ 4 മൺഡേ 4 ട്യൂസ്ഡേ 4 വെനസ്ഡേ 4 തേഴ്സ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ലീപ്പ് ഇയർ അല്ലാത്ത എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കാരണം 4 28 ദിവസം ഒരു ഫെബ്രുവരിയിലുള്ളി. മനസ്സിലായോ? ലീപ്പ് ഇയർ അല്ലാത്ത എല്ലാ മാസത്തിലും 4 തിങ്കളും 4 ചൊവ്വയും 4 ബുധനും 4 വ്യാഴം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസംബറിൽ 31 ദിവസമാണ്. അപ്പം 4 എണ്ണം വരും എന്നുള്ളത് കറക്റ്റാണ്. ബാക്കി ഇനി 3 ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി 3/7 ആണ്. ഇനി 30 ദിവസമുള്ള മാസങ്ങളാണെന്നുണ്ടെങ്കിലോ, അഥവാ ഏപ്രിൽ ജൂൺ അങ്ങനത്തെ മാസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലോ 30നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 28 ശിഷ്ടം 2 വരും. അപ്പോൾ 2/7 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ലീപ്പ് ഇയറിൽ ചോദിക്കാറുണ്ട് നമ്മളോട്. ലീപ്പ് ഇയറിൽ എത്ര സൺഡേ വരാനുള്ള ചാൻസ് എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീപ്പ് ഇയർ ആകുമ്പോൾ 366 ദിവസമാണുള്ളത്. എത്ര ദിവസമാണുള്ളത്? 366 ദിവസമാണുള്ളത്. അതിനെ നമ്മൾ 7 കൊണ്ട് എങ്ങനെയായാലും 7 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഒരാഴ്ചയിൽ 7 ദിവസം അല്ലേ? ഓക്കെ, പിന്നെ അപ്പോൾ എത്ര വരും? 5 35 5 35 36 35 പോയാൽ 1 16 2 7 14 ബാക്കി എത്രയാ? 2. 52 തിങ്കളുണ്ടാവും. 52 ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായറൊക്കെ ഉണ്ടാവും. ബാക്കി 2 ദിവസം. അപ്പം 2/7. ഇങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി കേട്ടോ, ഈ ദിവസങ്ങളുടെ പ്രോബബിലിറ്റി കാണുന്നത്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താ? ഡിസംബറത്തെയാണ്. അപ്പം എത്ര വരിക? 3/7 ആണ് വരിക. ഇനി ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ടോട്ടൽ ഡേയ്സ് 31 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 3 വരും. അപ്പോൾ 3/7
ഓപ്ഷൻ 3/7. ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ എങ്ങനെ വരിക, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, അതായത് എല്ലാം 4 വരും. അതിനുശേഷം വരാൻ ചാൻസ്, ഇപ്പോൾ സൺഡേയിലാണ് 28-ാം തീയതി കിടക്കുന്നുണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങൾ ഏതൊക്കെ ആയിരിക്കും, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ. ഇനി മൺഡേയിലാണെന്നുണ്ടെങ്കിലോ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആയിരിക്കും, ഇല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ, സാറ്റർഡേ സൺഡേ മൺഡേ, സൺഡേ മൺഡേ ട്യൂസ്ഡേ, പിന്നെ മൺഡേ ഇവിടെ മേലുണ്ട്. ഇതിൽ എത്ര മൺഡേ ഉണ്ട് നോക്കിയാൽ 1 2 3, അപ്പോൾ 3/7 മൊത്തം 8 അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ലീപ്പ് ഇയറിന്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. അടുത്തത് 107ാമത്തെ ചോദ്യം. ഇൻ എ ട്രയാങ്കിൾ PQR, angle Q equal to 90, angle R equal to 67.5 degree, QR equal to 5 cm, RSQ equal to 45. What is the length of PQ? ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന ചോദ്യം, ട്രിഗ്നോമെട്രിയിൽ എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരാൾ ഒരു മരത്തിൻ്റെ ഒരു പുഴയുടെ കരയിൽ നിന്നും മറുവശത്തുള്ള മരത്തിൻ്റെ മുകളറ്റം 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു, 30 മീറ്റർ ബാക്കിലോട്ട് മാറിയപ്പോൾ അത് 60 ഡിഗ്രിയിൽ കാണുന്നു, 30 മീറ്റർ ബാക്കിലോട്ട് മാറിയപ്പോൾ അത് 30 ഡിഗ്രി ആയി എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വരുന്നത് ഈ സാധനം, ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ആവാനുള്ള ചാൻസ് 99%. 1% കിടക്കട്ടെ അല്ലേ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. നമ്മൾ ഈ 67 എന്നൊക്കെയാണ് പടച്ചമ്പരാൻ 67, ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, അങ്ങനെ ചിന്തിക്കണ്ട. ഇത് സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കാം നമുക്ക്. ഞാനിതാ ഈ ട്രയാങ്കിളിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാണ് കേട്ടോ. ഇവിടെ 45, ഇവിടെ 90 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 45 ആവും ഈ ആംഗിൾ. കാരണം ഇതൊരു ട്രയാങ്കിൾ ആണ്. RSQ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആ RSQയിൽ 3 കോണ് കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ. അപ്പം 45 45 90, 45 45 90 വന്നു കഴിഞ്ഞാൽ 1:1:√2. നോക്കിയാൽ 45ന്റെ ഓപ്പോസിറ്റ് ആണ് 1. 1ന്റെ സ്ഥാനത്ത് 5 ആണ്. 1ന്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ √2ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും 5√2. അങ്ങനെയാണ് ഇവിടെ 5√2 കിട്ടിയത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തതാ. ഓക്കെ, ഇവിടെ 45 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 135 വരും. 180 45 കുറച്ചുണ്ട്. ഓക്കെ, 180 45 കുറച്ചു. 180 40, അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. 10 5 പോയാൽ 5, 7 4 പോയാൽ 3, 1 135. അപ്പോൾ ഇവിടെ 135. ഇനി ഇത് ടോട്ടൽ 67 ആണ്. ടോട്ടൽ എത്രയാണ്? 67 ആണ്. ആ 67 45 കുറക്കുക. അപ്പോൾ 67.5 45 പോയാൽ 45ന് പോയിന്റ് ഇല്ല. അപ്പോൾ പോയിന്റിന്റെ അപ്പുറത്ത് എഴുതണം കേട്ടോ. 5 7 5 പോയാൽ 2, 6 4 പോയാൽ 2, 22.5. അപ്പോൾ ഇവിടെ 22.5 കേട്ടോ, 22.5. ഇനി നമുക്ക് ഈ ആംഗിൾ ഒന്ന് കണ്ടാലോ. ആംഗിൾ സം പ്രോപ്പർട്ടി ചെയ്തൂടെ? 180 മറ്റേ രണ്ടും കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ പോരെ. 135ഉം 22.5ഉം കൂടി കൂട്ടുക. 135ക്ക് 22.5 കൂട്ടുക. 5.5ക്ക് 2 കൂട്ടിയാൽ 7, 3ക്ക് 2 കൂട്ടിയാൽ 5, 157. അതിഞ്ഞ് 180 കുറച്ചാൽ മതി. 180 157.5 കുറക്കുക. അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇടണം കേട്ടോ. അപ്പോൾ ഇവിടെ 10 10 5 പോയാൽ എത്രയാ? 5. ഓക്കെ, ഇവിടെ ഇനി എത്ര ഉണ്ടാവുക? 9. 9 7 പോയാൽ 2. ഇവിടെ നല്ല കടടുത്ത് പോയത്. അപ്പോൾ ഇവിടെ ഇനി 7 ഉണ്ടാവുള്ളൂ. 7 5 പോയാൽ 2, 1 1 പോയാൽ 0. അവിടെ നമുക്ക് 22.5 കിട്ടും. ഇപ്പം അത് ഐസോസിലസ് ആയില്ലേ? ഇപ്പം അത് ഐസോസിലസ് ആയോ? ഇതാ ഇത് 22.5, ഇത് 22.5. അപ്പോൾ ഈ 22.5ന്റെ ഓപ്പോസിറ്റ് 5√2 ആണെന്നുണ്ടെങ്കിൽ ഈ 22.5ന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും? 5√2 തന്നെ ആയിരിക്കും. PRS ഐസോസിലസ് കിട്ടി. RS ഈക്വൽ ടു PS ആണ്. ഇനി നമുക്ക് വേണ്ടത് PQ ആണ്. PQ എന്ന് പറയുന്നത് PS പ്ലസ് SQ ആണ്. PSന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് RS എന്ന് കൊടുക്കാം. RSന്റെ വാല്യൂ നമുക്കറിയാം 5√2 ആണ്. സോ 5√2 പ്ലസ് 5. ഓപ്ഷൻ ഏതാ വരിക? C. 5√2 പ്ലസ് 5. ഓക്കെ, ഇനി 108ാമത്തെ ചോദ്യം. ABC are the sides of a triangle and B² greater than A² plus C². Then it is a right triangle. റൈറ്റ് ട്രയാങ്കിൾ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ. ഈക്വൽ ടു B² ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇനി ആ B² കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. B² A² പ്ലസ് C² ലെസ് ദാൻ B² ആണെന്നുണ്ടെങ്കിലോ അത് അക്യൂട്ട് ആംഗിൾ ഒന്നും വരും. ഓക്കെ, പൈതഗോറസ് പറയുന്നത് ഈക്വൽ ടു B² ആണ്. 1 ആംഗിൾ 90 ഡിഗ്രി എന്ന് വരും. ഇത് ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എന്താ വരിക? അപ്പം 90യുടെ ഗ്രേറ്റർ ദാൻ ആവും.
ലെസ് ദാൻ ആയിരുന്നെങ്കിലോ 90ൽ കുറവാകും. ഗ്രേറ്റർ ദാൻ 90 വരുമ്പോൾ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? സി ആണ് വരിക, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. Then അടുത്ത് the number of isosceles triangle in which one angle is 4 times another angle. ഒരു ആംഗിൾ മറ്റേ ആംഗിളിനേക്കാൾ 4 മടങ്ങായിട്ട് നമുക്ക് എത്ര ഐസോസിലസ് വരക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഐസോസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം? ആദ്യം ഈക്വൽ ആംഗിൾ ഈസ് 4 ടൈംസ് അനദർ ആംഗിൾ. തുല്യ കോണുകൾ മറ്റേ കോണിനേക്കാൾ 4 ഇരട്ടിയായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ നോൺ ഈക്വൽ ആംഗിളിനെ ഞാൻ എക്സ് എടുത്തു, ഈക്വൽ ആംഗിൾ മറ്റേനേക്കാൾ 4 ഇരട്ടിയാണല്ലോ, അപ്പോൾ മറ്റേ 4x. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടൂലേ? 4 4 8, 8 + 1 9x. അപ്പോൾ 9x = 180. അപ്പോൾ x = 180/9 20. അപ്പോൾ ആംഗിളുകൾ ഇതാ ഇങ്ങനെ വരും. x 20, മറ്റേത് അതിൻ്റെ 4 ഇരട്ടി അറിയുമ്പോൾ 80 80. ഒരു ട്രയാങ്കിളായി. അടുത്തത് അൺഈക്വൽ ആംഗിൾ ഈസ് 4 ടൈംസ് ഈക്വൽ ആംഗിൾ. ഈക്വൽ ആംഗിളിൻ്റെ 4 മടങ്ങായി അൺഈക്വൽ. അപ്പോൾ ഈക്വൽ ആംഗിളിന് എക്സ്, മറ്റത് 4x. അപ്പോൾ x + x + 4x = 180. അപ്പോൾ 6x = 180. അതിൽ നിന്ന് x = 180/6 30. അപ്പോൾ ആംഗിളുകൾ എങ്ങനെ വരും? 30 30 120. ഈ രണ്ട് മെത്തേഡിലല്ലേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഈ രണ്ട് ആംഗിളുകളെല്ലാം എവിടെ ഉള്ളൂ. അപ്പോൾ എത്ര എണ്ണം വരക്കാൻ പറ്റും? 2 എണ്ണം വരക്കാൻ പറ്റും. അപ്പോൾ എത്ര എണ്ണം വരക്കാൻ പറ്റും? 2 എണ്ണം വരക്കാൻ പറ്റും. ദെൻ ഈ വീഡിയോയിൽ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 110ാമത്തെ ചോദ്യം വരുന്നത് എങ്ങനെയാണ്? 3/10 + 3/50 all raised to 1/4 ഈസ് ഈക്വൽ ടു. ഇതിൻ്റെ 4th റൂട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബ്രിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ഒന്ന് ചെയ്യാൻ പോകണം കേട്ടോ. 3/10 + 3/50 ഞാൻ ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്തു. 3 × 50 എന്നും 10 × 3 എന്നും. 3 × 50 150. 10 × 3 30 ഡിവൈഡഡ് ബൈ 10 × 50 500. 150ക്ക് 30 കൂട്ടിയാൽ 180. ഈ 0 0 പോയി. 18/50 എന്ന് കിട്ടും. ഓക്കെ, അതിനെ ഞാൻ വീണ്ടും ചെറുതാക്കി. 18ൻ്റെ പകുതി 9, 50ൻ്റെ പകുതി 25. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്, 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇതിനെ 3/5 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ എന്താണ് 3/10 + 3/15? അത് 3/5 ഹോൾ സ്ക്വയർ ആണ്. അത് ഇനി ഞാൻ ഇതിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, 3/10 + 3/50 ഹോൾ റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/5 ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/4. ഇത് a⁻m ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എന്താണ് a⁻m ഹോൾ റേസ് ടു n? a⁻m_n. അപ്പോൾ 3/5 2 ഇതാ ആ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? 3/5 2 × 1/4 എന്ന് വരും. എന്താ 2 × 1/4? 2 × 1 2, 2/4 വരും. അതിനെ കട്ട് ചെയ്യുമ്പോഴോ 1/2. അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, 3/5 1/2 1/2. a⁻1/n എന്ന് പറഞ്ഞാൽ എന്താ? a⁻1/n എന്ന് പറഞ്ഞാൽ എന്താ? nth റൂട്ട് ഓഫ് a എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 3/5 എന്ന് വരും, അഥവാ √3/√5. ഓപ്ഷൻ സി. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്തുണ്ട്? ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പെഡഗോജി ഉണ്ട്. പിന്നെ നമുക്ക് 2024 ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയട്ടെ. നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റോ എത്രാമത്തെ അറ്റംപ്റ്റ് ആയാലും നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ അറ്റംപ്റ്റിൽ ചെയ്യുന്നവർക്കൊക്കെ കേട്ടിട്ട് പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കേട്ടിട്ടിനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു സൂൺ.